നിലയ്ക്കുന്നില്ല എന്നത് ഒരുപക്ഷെ കേവലം ഒരു വാചകം മാത്രമാകുന്നില്ല. വി എസിൻ്റെ കാര്യത്തിൽ വി എസിൻ്റെ ജീവിതം തന്നെ അങ്ങനെയായിരുന്നു. നിലയ്ക്കാത്ത അല്ലെങ്കിൽ തളരാത്ത പോരാട്ട വീര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കഴിഞ്ഞ പതിറ്റാണ്ടുകളാകെ നമ്മൾ പരിശോധിക്കുമ്പോൾ തോന്നുന്നത്. പരാജയം ഭക്ഷിച്ച നേതാവെന്ന് എം എൻ വിജയൻ മാഷ് അദ്ദേഹത്തെ പറ്റി എഴുതിയത് കേവലം അദ്ദേഹം നടത്തിയ എല്ലാ പോരാട്ടങ്ങളും വിജയിക്കുന്നതായിരുന്നില്ല. അങ്ങനെ വിജയിക്കും എന്ന് ഉറപ്പും ഉണ്ടായിരുന്നില്ല പല പോരാട്ടങ്ങളിലും. പക്ഷേ പരാജയപ്പെട്ടവരുടെ കൂടെ നിൽക്കുക, പരാജയപ്പെട്ടവരുടെ പോരാട്ടങ്ങളെയും നയിക്കുക, പരാജയപ്പെട്ടവരുടെയും പോരാട്ടം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് നെടുനായകത്വം വഹിക്കുകയായിരുന്നു വി എസ് എന്ന ജനകീയനായ നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്തത്. അവിടെ അദ്ദേഹത്തിന് മുന്നിൽ അവിടെ ഏതെങ്കിലും ഒരു പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. പാർട്ടി പോലും ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അപ്പോൾ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ എന്നത് വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പാർട്ടിയിൽ നമ്മൾ ഔദ്യോഗിക പക്ഷം എന്ന് പറയാറുണ്ട്. അപ്പോൾ പാർട്ടി ഔദ്യോഗിക പക്ഷം എപ്പോഴും പറയുന്നത് സഖാവ് വി എസ് ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ പാലിക്കുന്നില്ല എന്നതായിരുന്നു. അപ്പോൾ പാർട്ടിയുടെ അത്തരം സംഘടനാ തത്വങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനാ ചട്ടക്കൂടിൽ നിന്നാവണമെന്നില്ല വി എസ് പലപ്പോഴും സംസാരിക്കുകയും പലപ്പോഴും ഇടപെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് പാർട്ടിക്കകത്തും പുറത്തുമുള്ളവർ വിളിക്കുകയും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ വി എസിൻ്റെ ചിത്രം വെച്ച പോസ്റ്ററുകൾ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 140 മണ്ഡലങ്ങളിലും സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ വയ്ക്കുകയും ചെയ്യുന്നപ്പോൾ അവിടെ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങളൊന്നും അവിടെ ബാധകമാകാതിരിക്കുന്നതും അതുകൊണ്ടാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് വി എസ് നടത്തിയ ഇടപെടലുകൾ, അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വീകാര്യത, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ കുറെ കൂടി ആഴത്തിൽ മുമ്പുണ്ടാതിനേക്കാൾ വേരൂന്നാൻ സഹായമായ രാഷ്ട്രീയ കാലാവസ്ഥ ഒക്കെ രൂപപ്പെട്ടതിൽ വളരെ നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ വെട്ടിനിരത്തൽ സമരം എന്നത് നമുക്കറിയാം, ഈ നെൽവയലും തണ്ണീർത്തടങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ സമരങ്ങൾ. ആ സമരത്തെ വ്യത്യസ്ത രീതിയിൽ വിലയിരുത്തുകയും നോക്കിക്കാണുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ ആ സമരത്തിൻ്റെ സന്തതിയായ ഒരു നിയമം അവിടെ കൊണ്ടുവരികയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നത് ആ സമരത്തിൻ്റെ സന്തതിയായി അദ്ദേഹം അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സമരത്തിൻ്റെ സമയത്ത് രൂപപ്പെടുത്തിയ ആശയങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ അത് ഏതെങ്കിലും ഒരു സൈഡിൽ മാറ്റിവെക്കാനുള്ളതല്ല. അത് അധികാരത്തിലേക്ക് വന്ന വഴിയിൽ ഒപ്പം ചേർന്നവരെയൊക്കെ അധികാരത്തിലെത്തിയപ്പോഴും അതേ നിലയിൽ പരിഗണിക്കുക എന്നത് വി എസിൻ്റെ ഒരു ശൈലിയായിരുന്നു. അത് വി എസ് ശൈലി, പാർട്ടിക്കകത്തും പുറത്തും വി എസിൻ്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു. അത് പാർട്ടിക്കകത്ത് വി എസ് ശൈലി എന്നത് എന്താണ്, അതിൻ്റെ ചൂടറിഞ്ഞവർ എത്രയോ ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. വി എസ് ശൈലി എന്നത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും വി എസ് ശൈലിയുണ്ട്, ഒരു സി പി എം കേഡർ ആയിരിക്കുമ്പോഴും, ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും, ഒരു മുന്നണി കൺവീനർ ആയിരിക്കുമ്പോഴും വി എസിന് ഒരു ശൈലിയുണ്ട്. വി എസ് ശൈലി എന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒട്ടും പഴക്കം ചെല്ലാത്ത ഒരു പ്രയോഗമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ വി എസ് ശൈലിയുടെ വക്താക്കളെന്ന് പിന്നീട് വന്ന പല നേതാക്കളെയും പറയാറുണ്ട്, വി എസിനെ പോലെ വി എസ് ശൈലി പിന്തുടരുന്നവർ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു ശൈലീഭേദം പാർട്ടിക്കകത്തും പുറത്തും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴുമൊക്കെ കൊണ്ടുവന്ന, അതൊക്കെ കേരളത്തിന് ശീലമാക്കിയ ഒരാൾ കൂടിയാണ് വി എസ്. വി എസിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അറിയാം, അതിൽ വാർത്തകൾ ഉണ്ടാകും, അതിൽ പ്രധാനപ്പെട്ട അടുത്ത സമരമുഖങ്ങളെപ്പറ്റി സൂചനകൾ ഉണ്ടാകും. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ വിഷയങ്ങളിൽ ഇടപെടുന്നത് വി എസിൻ്റെ രീതി ആയതുകൊണ്ട് അതിലും പാർട്ടിക്കകത്തു നിന്നൊക്കെയുള്ള വിവരങ്ങൾ, വാർത്തകൾ എന്ന മട്ടിലൊക്കെ രൂപങ്ങൾ ആയി ഒക്കെ നമ്മളുടെ മുന്നിൽ ആ സമയങ്ങളിലൊക്കെ വരുമായിരുന്നു.